സ്കന്ദഗിരിയിലേക്ക് ഒരു 2 ദിവസത്തെ ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന വീഡിയോയുടെ 2ാം ഭാഗമാണിത്. ആദ്യത്തെ ദിവസം തന്നെ ഗ്രോവർ സാംബ വൈൻയാർഡ്സും ആദിയോഗി സ്റ്റാച്ചുവും കവർ ചെയ്താൽ പിറ്റേ ദിവസം രാവിലെ തന്നെ സ്കന്ദഗിരി ട്രക്കിങ്ങിന് വേണ്ടി നമ്മൾക്ക് റെഡി ആവാം. അതുകൊണ്ട് തന്നെ ട്രക്കിംഗ് സ്പോട്ടിനടുത്തുള്ള ഒരു സ്റ്റേ ആണ് നമ്മൾ തിരഞ്ഞെടുത്തത്. രാവിലെ 3 മണി മുതൽ ഇവിടെ ആളുകൾ വന്നു തുടങ്ങും. നമ്മളൊരു 4 മണിയോടുകൂടെ നമ്മുടെ ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ സൺറൈസിൻ്റെ സമയത്ത്, അതായത് ഏകദേശം ഒരു 6:30-7 മണിക്കുള്ളിൽ നമുക്ക് ടോപ്പ് പോയിന്റിലെത്താം. ഏകദേശം 3 മണിക്കൂറാണ് ഈ ട്രക്കിങ്ങിൻ്റെ ടോട്ടൽ ഡ്യൂറേഷൻ. ട്രക്കിന് മുന്നേ നിങ്ങളുടെ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാൻ മറക്കണ്ട. ഏർലി മോർണിംഗിൽ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് മൊബൈലിൻ്റെ ടോർച്ച് ഒത്തിരി ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്നത് ഒരു 1.5 വ്യൂ ആണ്. നന്ദി ഹിൽസ് അടക്കം നമുക്ക് കാണാം. അപ്പോൾ സൺറൈസൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാം. ഇതെല്ലാം കഴിഞ്ഞ് ഒരു 10 മണിയോടുകൂടി തിരിച്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിന്റിലെത്താം. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ പ്രീ ബുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ സ്കന്ദഗിരി ട്രക്കിങ്ങിന് പോകാൻ. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വീക്ക് ഡേയ്സിൽ 250-ഉം വീക്കെൻഡ്സിൽ 500-ഉമാണ് ഇതിൻ്റെ ചാർജ്. റൂമിൽ പോയി ഒന്ന് ഫ്രഷായി അവിടെ തൊട്ടടുത്തുള്ള മിസ്റ്ററി റോസ്റ്റർ കഫേയിൽ ലഞ്ചൊക്കെ കഴിച്ച് ഇവിടേക്കൊന്ന് ചുറ്റി കാണുമ്പോഴത്തേക്കും ഈവനിങ് ആവും. ഗ്രോവർ സാംബയിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ അടിപൊളി മുന്തിരിത്തോട്ടങ്ങൾ ഇവിടെയുണ്ട്. ഇനി നിങ്ങൾ നന്ദി ഹിൽസിൽ സൺസെറ്റ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ട്രിപ്പിൻ്റെ കൂടെ അതും കൂടി ക്ലബ് ചെയ്യാവുന്നതാണ്. അതിരാവിലെ തിക്കിത്തിരക്കി പോയി സൺറൈസ് കാണുന്നതിലും നല്ലത് അധികം ആളുകളില്ലാതെ ഇങ്ങനെ ഇരുന്ന് സൺസെറ്റ് ആസ്വദിക്കുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.